മക്കളെ, അടുത്ത ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അത് കറക്റ്റാണോ എന്ന ചോദ്യമാണ്. വളരെ സിമ്പിളാണ്. സി, ക്യാൻ ഓൾ പാരലോഗ്രാം ബി സൈക്ലിക്? ജസ്റ്റിഫൈ യുവർ ആൻസർ. അല്ലെങ്കിൽ എല്ലാ സാമാന്തരികങ്ങളും ചക്രീയമാകുമോ? നിങ്ങളുടെ ഉത്തരം സമർത്ഥിക്കുക. നമുക്കറിയാം, ഒരു പാരലോഗ്രാം, നമ്മളിപ്പോൾ ഒരു പാരലോഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഈ പാരലോഗ്രാം എല്ലാം സൈക്ലിക് ആകുമോ? സൈക്ലിക് ആണെങ്കിൽ നമുക്കറിയാം ഒരു കണ്ടീഷനുണ്ട്. ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആയിരിക്കണം. അതായത് ഇപ്പം നമുക്ക് പറയാം A+C 180 ആകണം. A+C എന്ന് പറയുന്നത് 180 ആകണം. എങ്കിലേ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ടാവുള്ളൂ. പക്ഷേ പാരലോഗ്രത്തിലൊരു കണ്ടീഷനുണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇൻ എ പാരലോഗ്രാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, ദെയർഫോർ A ഈസ് ഈക്വൽ ടു C. റീസണും കൂടി മകൾ പറഞ്ഞു കേട്ടോ. ഇൻ എ പാരലോഗ്രാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, ദെയർഫോർ A ഈസ് ഈക്വൽ ടു C. ഇത് രണ്ടും കൂടി ശരിയായിട്ട് വരണമെങ്കിൽ ഈ ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഈ രണ്ട് ഇക്വേഷനും കൂടി ശരിയായിട്ട് വരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. A ഈസ് ഈക്വൽ ടു C എന്ന് പറയുമ്പം ഈ എക്ക് പകരം C ഒന്ന് കൊടുത്തു നോക്കിയേ. അപ്പോൾ C+C ഈസ് ഈക്വൽ ടു 180 എന്ന് വരും. അല്ലെങ്കിൽ 2C ഈസ് ഈക്വൽ ടു 180 എന്ന് വരും. അല്ലെങ്കിൽ C ഈസ് ഈക്വൽ ടു 90 എന്ന് വരും. A ഈസ് ഈക്വൽ ടു C ആയതുകൊണ്ട് A ഈസ് ഈക്വൽ ടു C ഈക്വൽ ടു 90. ആ ഒറ്റ കണ്ടീഷനിൽ മാത്രമേ ഈ പാരലോഗ്രാം സൈക്ലിക് ആവുള്ളൂ. ഇനി വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ആംഗിൾ 90 വന്നു കഴിഞ്ഞാൽ, ഈ ആംഗിൾസ് എല്ലാം 90 വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ? അതൊരു റെക്റ്റാങ്കിൾ ആവും. ഒരു റെക്റ്റാങ്കിളായിട്ട് മാറും. അപ്പം നമുക്ക് എന്ത് ഉത്തരം പറയാൻ സാധിക്കും? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ക്യാൻ ഓൾ പാരലോഗ്രാം ബി സൈക്ലിക്? അപ്പോൾ അതിന് നോ എന്ന് പറയേണ്ടി വരും. നോ, ഒൺലി എ റെക്റ്റാങ്കുലർ പാരലോഗ്രാം ക്യാൻ ബി സൈക്ലിക്. ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ള പാരലോഗ്രാം ആണെങ്കിൽ അതിനെ നമുക്ക് സൈക്ലിക് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ സാർ കൃത്യമായിട്ട് മക്കൾക്ക് പറഞ്ഞു തരുന്ന ആ പോയിൻറ്റ്സ് മക്കൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ ഈ വാട്സപ്പിൽ വിളിക്കണം. സാറിൻ്റെ ടീച്ചേഴ്സ് മക്കളെ 1-to-1 ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്ക് സാറിനെ ഒന്ന് ഷെയർ ചെയ്യണം.